നമസ്കാരം. നവ്യ ഹരിദാസ് എന്ന യുവ സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കിയ ബിജെപിക്ക് അവരുടെ പ്രതീക്ഷ തെറ്റിയില്ല. പ്രിയങ്ക ഗാന്ധിയോട് ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ നവ്യയ്ക്ക് സാധിച്ചു. സൗമ്യമായ ഇടപെടലുകളുമായി വോട്ടർമാരെ കയ്യിലെടുക്കാൻ നവ്യയ്ക്ക് സാധിച്ചു. കഴിഞ്ഞ തവണ രാഹുലിനെതിരെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ 13% വോട്ടുകളാണ് ബിജെപിക്ക് കിട്ടിയത്. ഇത്തവണ 12% വോട്ടുകൾ നിലനിർത്താൻ സാധിച്ചു. 1% വോട്ടുകൾ മാത്രമാണ് കുറഞ്ഞത്. ഇത് നവ്യയുടെ നേട്ടമായിട്ടാണ് കണക്കിലാക്കുന്നത്. നവ്യയെ സ്ഥാനാർത്ഥിയാക്കിയ ശേഷം സംസ്ഥാന നേതാക്കളെല്ലാം അവരെ അവഗണിച്ചിരുന്നു. പ്രവർത്തനത്തിന് ആവശ്യമായ ഫണ്ടും നൽകിയില്ല. എന്നിട്ടുകൂടി കെ സുരേന്ദ്രന് ശേഷം ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്ന ബിജെപി സ്ഥാനാർത്ഥിയായി അവർ മാറി. IT പ്രൊഫഷണൽ എന്ന നിലയിൽ നിന്ന് ബിജെപി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ നവ്യയ്ക്ക് യുവാക്കൾക്കിടയിൽ നല്ല സ്വീകാര്യത തന്നെ ലഭിച്ചുവെന്നതാണ് അവർക്ക് കിട്ടിയ വോട്ട് വിഹിതത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. തനിക്ക് വോട്ട് ചെയ്തവർക്ക് നന്ദി അറിയിച്ചുകൊണ്ടാണ് നവ്യ വയനാട് ചുരം ഇറങ്ങിയത്. രാഷ്ട്രീയ നേതാവായും സഹോദരിയായും മകളായും ഒപ്പം നിന്ന് സംരക്ഷിച്ചവർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് അവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് നവ്യ വയനാട്ടിലെ പ്രിയപ്പെട്ട ജനങ്ങളോടും പാർട്ടി പ്രവർത്തകരോടും നന്ദി അറിയിച്ചത്. വിജയം അന്തിമമല്ല, പരാജയം മാരകമല്ല, അത് തുടരാനുള്ള ധൈര്യമാണ് എന്ന വിൻസ്റ്റൺ ചർച്ചിലിന്റെ വാക്കുകൾ കടമെടുത്താൽ അതായിരിക്കും യാഥാർത്ഥ്യമെന്ന് പറഞ്ഞുകൊണ്ടാണ് നവ്യ ഹരിദാസിന്റെ വാക്കുകൾ തുടങ്ങിയത്. പേരുകേട്ട എതിരാളികളെ പരാജയപ്പെടുത്താൻ ഇറങ്ങുമ്പോൾ നേതൃത്വം എന്നിൽ അർപ്പിച്ച വിശ്വാസം അത് കൈവിടാതെ വയനാട്ടുകാരിയായി ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ സാധിച്ചുവെന്ന് അവർ കുറിച്ചു. നല്ല മത്സരം കാഴ്ചവെച്ചുവെന്ന് മുതിർന്ന നേതാക്കളും സഹപ്രവർത്തകരും അഭ്യുദയകാംക്ഷികളും അഭിപ്രായം പങ്കിടുമ്പോൾ അതിയായ സന്തോഷമുണ്ടെന്നും നവ്യ ഹരിദാസ് പറയുന്നു. 6,22,338 വോട്ടുകളാണ് UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിക്ക് ലഭിച്ചത്. എന്നാൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചത് അത്രയും വോട്ടുകൾ അവർക്ക് നേടാൻ സാധിച്ചില്ല. മഹിളാ മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലർ കൂടിയായ നവ്യ ഹരിദാസ്. തുടർച്ചയായ 2ാം തവണയാണ് കോർപ്പറേഷനിൽ വിജയിക്കുന്നത്. പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പായതോടെയാണ് നേതൃത്വം നവ്യയെ വയനാട്ടിലേക്ക് നിയോഗിച്ചത്. പ്രചരണത്തിലുടനീളം സാധാരണക്കാരിയായി വയനാട്ടുകാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയുള്ള ഇടപെടലുകളിലൂടെ അവരിൽ ഒരാളായി നവ്യ മാറുകയായിരുന്നു. പ്രിയങ്കയ്ക്കെതിരെ മത്സരിച്ച നവ്യയ്ക്ക് 1,09,039 വോട്ടുകളാണ് ലഭിച്ചത്. 31,106 വോട്ടിന്റെ കുറവുണ്ടായി. എന്നാൽ സുരേന്ദ്രന് വേണ്ടി ആളും അർത്ഥവും കിറ്റും എത്തിച്ചിരുന്നു. എന്നാൽ നവ്യയ്ക്ക് വേണ്ടി അതൊന്നും ഉണ്ടായില്ല. എന്നിട്ടും പുതുമുഖ സ്ഥാനാർത്ഥി എന്ന നിലയിൽ മികച്ച പ്രകടനമാണ് അവർ കാഴ്ചവെച്ചത്. കോൺഗ്രസ് കുടുംബാധിപത്യം പുലർത്താനാണ് വയനാട്ടിൽ ശ്രമിക്കുന്നതെന്നും മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന MP ആണ് ജനങ്ങൾക്ക് ആവശ്യമെന്നായിരുന്നു NDA പ്രചരണം. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനുമായി താരതമ്യം ചെയ്യുമ്പോൾ നവ്യ ഹരിദാസ് വയനാട്ടുകാർക്ക് അത്ര പരിചിതയല്ല. ആ പരിചയക്കുറവ് മറികടക്കാൻ അവർക്ക് അതിവേഗം സാധിച്ചു. ഏപ്രിലിൽ സുരേന്ദ്രന് വേണ്ടി നടത്തിയ രീതിയിലുള്ള വമ്പൻ പ്രചരണങ്ങൾ നടത്താനും BJP തയ്യാറായില്ല. ഇതാണ് 30,000 വോട്ടുകളുടെ കുറവിന് ഇടയാക്കിയത്. എങ്കിലും നിയമസഭയിലേക്കുള്ള കന്നി പോരാട്ടത്തിൽ വൻ വിജയമായി വിലയിരുത്തണം അവരുടെ വോട്ട് നേട്ടം.